ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇപ്പം തുടക്കം മുതലേ നമ്മൾ എങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, മനസ്സിലായതില്ല. നമ്മളൊന്നിനു വേണ്ടി പ്രാർത്ഥിക്കരുത്, മറിച്ച് നമ്മൾ റിസീവ് ചെയ്യുക. നമ്മൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ ഗ്ലാസ് അതിനുവേണ്ടി നമ്മുടെ പാത്രം, നമ്മളാകുന്നൊരു പാത്രമായിട്ട് വന്നിരിക്കുകയാണ് നമ്മളിവിടെ. നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി മാത്രം വന്നേക്കണത്. ഇപ്പോൾ ധ്യാനത്തിന് വരുമ്പോൾ തന്നെ കുറേ പേര് ഒരു ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടാവും. അതൊക്കെ അവിടെ മാറ്റി വെച്ചേക്ക്. നമ്മൾ പ്രാർത്ഥിക്കുകയേ വേണ്ട. പിന്നെ എന്തിനാണ് നമ്മൾ വന്നേക്കണത്? സ്വീകരിക്കാൻ. ആര് പ്രാർത്ഥിക്കും? പരിശുദ്ധാത്മാവ്. ഇത് ത്രൂ ഔട്ട് ദ റിട്രീറ്റ്, ഈ ധ്യാനം മുഴുവനും ഇങ്ങനെയാണ് പോകാൻ പോണത്. സമാധാനമായോ? ഒരു സംശയം. അപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നോ? ഞങ്ങൾ ഒന്നും ചെയ്യണ്ടെന്നോ? നമ്മളുടെ ഇതാണ് പ്രശ്നം. നമ്മളെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനമില്ലല്ലോ. നമ്മളൊന്നും ചെയ്യണ്ട. അങ്ങനെ ഒന്ന് നോക്കൊരു ധ്യാനം. ഇനി അടുത്ത് കേട്ടോട്ടോ. ഈശോ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 32-ാമത്തെ വചനം. മർക്കോസ് 14:32. അവൻ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. എല്ലാവരും ഒന്ന് ഉച്ചത്തിലേറ്റ് പറഞ്ഞേ. അവർ ഗെത്സമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഇപ്പൊ ഇവിടെ ആരാ പ്രാർത്ഥിക്കണേ? പറയും. ഈശോ എന്താ പറഞ്ഞേ? ഈശോ എന്താ പറയണേ? നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി എൻ്റെ അടുത്ത്. ഇത് ശരിക്കും മനസ്സിലാകേണ്ടത് മണവാളനും മണവാട്ടി എന്നുള്ളൊരു ബന്ധത്തിലാണ്. ഇപ്പം എൻ്റെ ഭാര്യ എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കണമെന്ന് അറിയാമോ? എൻ്റെ ഭാര്യ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് ഒന്ന് എൻ്റെ അടുത്ത് ഇരിക്കും. കാരണം നമ്മൾ വചനപ്രഘോഷകരായതുകൊണ്ട് സമയമില്ലല്ലോ അടുത്തിരിക്കാൻ. നമ്മൾ ശുശ്രൂഷകളാണ്, അപ്പോൾ ഒട്ടിനും സമയമില്ല എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ പറയണതിൽ. നമ്മൾ ഒരുപാട് ശുശ്രൂഷ ആയി കഴിയുമ്പോൾ യേശുവിൻ്റെ അടുത്തിരിക്കാൻ പോലും നമുക്ക് സമയമില്ല. ഇവിടെ അപ്പസ്തോലന്മാരോട് ആ രാത്രി ഈശോ പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുവിൻ. സ്നേഹമുള്ളവരെ, ഇതെല്ലാം ഈ 25 വർഷത്തിൽ അധികം കാലഘട്ടത്തിലെ അനുഭവത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണത്. ഈശോ പ്രാർത്ഥിക്കുന്നു നമുക്ക് വേണ്ടി. ഈശോ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ? നമുക്ക് വേണ്ടി അല്ലാണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഈശോ പ്രാർത്ഥിക്കണമെന്ന് പറയണോ? ഈശോ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ? പറയും. ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോ എന്നു മുതലാണ് പ്രാർത്ഥിക്കണേ? ഈശോ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ പ്രാർത്ഥിക്കുന്നതാണ്. ഈശോ നിത്യപുരോഹിതനാണ്. ഈശോയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത, ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അത് നിത്യതയിലേക്കുള്ള പ്രാർത്ഥനയാണ്. അതാ ഒരു നിമിഷത്തിൻ്റെ അല്ല പ്രാർത്ഥന, ഒരു ദിവസത്തിൻ്റെ അല്ല പ്രാർത്ഥന, നിത്യതയിലേക്കുള്ള പ്രാർത്ഥനയാണ്. ഈശോ ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഈശോ മനുഷ്യവംശത്തിന് മുഴുവൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ. സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാം അവൻ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈശോയുടെ ജീവിതത്തിൽ ഈശോ എല്ലാ രാത്രിയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എല്ലാ പ്രഭാതത്തിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എല്ലാ മധ്യാഹ്നത്തിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, എല്ലാ സായാഹ്നത്തിലും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു.
ഇതിനകത്ത് നമുക്കും കൂടി വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാണുമോ ഈശോ? ഇന്ന് ജീവിക്കണ ഈ തോമസ് പോളിനും ഈ വട്ടായി അച്ഛനും വിനോയ് അച്ഛനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കൂടി ഈശോ പ്രാർത്ഥിച്ച് കാണുമോ? അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ എന്ത് സന്തോഷം! ഈശോയുടെ പ്രാർത്ഥന പിതാവ് കേൾക്കാതിരിക്കുമോ? പ്രശ്നം കേൾക്കാതിരിക്കണ കാര്യം. ഈശോ പ്രാർത്ഥിച്ചാൽ ഉടനെ നമുക്ക് കിട്ടുകയാണത്. പക്ഷെ കിട്ടണുണ്ട്. നമുക്ക് അനുഭവം ആകാത്ത എന്താന്ന് വെച്ചാൽ നമ്മൾ അടുത്തിരിക്കണില്ല. മാത്രമല്ല നമ്മൾ കുറച്ചും കൂടി വലിയ രീതിയിൽ ചിന്തിക്കണം. ഈശോ അവിടെ ഇരുന്നോട്ടോ, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടേതായിട്ടുള്ള പല പ്രാർത്ഥനാ മെത്തേഡുകളിലൂടെയും പ്രാർത്ഥിക്കുകയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ. ഈശോ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ പ്രാർത്ഥിക്കൂ. പക്ഷേ അതേസമയത്ത് ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ തായ്തണ്ട്, നിങ്ങൾ ചുമ്മാ ശാഖ എന്നാണ് പറഞ്ഞത്, നിങ്ങൾ എൻ്റെ ശാഖ. നിങ്ങൾക്കറിയോ ഇവിടെ ഈ മലയിൽ മുന്തിരി ഉണ്ടോ? അത് മാത്രമില്ല. അവിടെ നമുക്ക് കുറച്ച് മുന്തിരിച്ചെടി തട്ട് നടത്തണോട്. ഈശോ ഒരുപക്ഷെ ഇങ്ങനൊരു ഉപമ പറഞ്ഞിരുന്നെങ്കിലോ, ഞാൻ ഒരു ചക്കച്ചെടിയാകുന്നു, ഞാനൊരു ചക്കച്ചെടിയാകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആകെ പോയനെ. എന്താ? ചക്ക വേരിലും കായ്ക്കും. അതാണ് ഈശോ എന്ത് ഉപമയിലെ നിഗൂഢത മനസ്സിലാക്കണം. ഈശോ പറഞ്ഞു ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടി എന്ന് പറഞ്ഞാൽ മുന്തിരിച്ചെടിയുടെ തായ്തണ്ടിൽ ഒരിക്കലും ഫലമുണ്ടാവില്ല. ചക്കച്ചെടിയിൽ നിന്നും വിപരീതമാണ്. ശാഖകളിൽ മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. അപ്പം ഞാൻ പറയാറുണ്ട്, ഞങ്ങളെ കൂടാണ്ട് ഈശോനും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റൂല. എന്ത് ഈശോ തായ്തണ്ടായിട്ട് അവിടെ നിന്ന വല്ല കാര്യം ചെയ്യാൻ പറ്റുമോ? പക്ഷെ അത് പറയില്ല. കാരണം ദൈവമല്ലേ. ദൈവത്തിന് പറയാൻ പറ്റുമോ നിന്നെ കൂടാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്? ദൈവത്തിന് പറയാൻ പറ്റില്ല, ഇല്ലേ? ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഈ ഉപമ എടുത്തതിൽ നിന്നും മനസ്സിലാക്കണം, ഈശോ പറയണത് നിന്നെ കൂടാതെ ഞാൻ ഒന്നും ചെയ്യൂല മോനെ, നീ എൻ്റെ ശാഖയാണ്. എന്നിലൂടെ ഒഴുകുന്നതെല്ലാം നിന്നിലൂടെ ഒഴുകി ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. തായ്തണ്ട്, ശാഖ. തായ്തണ്ടിലൂടെ ഒഴുകുന്നത് അങ്ങനെ തന്നെ ശാഖയിലൂടെ ഒഴുകുന്നുണ്ടോ ഇല്ലയോ? ഒഴുകുന്നുണ്ടോ ഇല്ലയോ? ഒഴുകുന്നുണ്ട്. നമ്മളങ്ങനെ നിസാരമൊന്നും അല്ല നമ്മൾ. പക്ഷേ ഒരു കാര്യം, എൻ്റെ അടുത്ത് ഇരിക്കി, ആരെന്നിലും ഞാൻ അവന്. അപ്പം ഈ ശാഖയും തായ്തണ്ടുമായിട്ട് അതുപോലെ നമ്മുടെയൊക്കെ നാട്ടിൽ ചില പ്ലഗ് ഇങ്ങനെ കുത്തുമ്പോൾ കിർന്ന് വെച്ചേക്കണ്ടില്ലേ? എന്തുകൊണ്ടാണ്? ലൂസ് കോണ്ടാക്ട് എന്ന് പറയും. ലൂസ് കോണ്ടാക്ട്. ആ ബൾബ് ഇങ്ങനെ മിന്നി കുറച്ച് നേരം നിന്ന് അത് അടിച്ചു പോകും. അങ്ങനെയല്ല. ശരിക്കും നല്ല പ്ലഗ് നല്ല ഫിക്സ് ആയിട്ടിരിക്കണം. അങ്ങനെ നമ്മളിവിടെ ഈ ചുമരിലുള്ള ഒരു പ്ലഗിൽ കുത്തിക്കഴിഞ്ഞാൽ പവർ ഹൗസ് വരെയുള്ള കണക്ഷനാണ് നമുക്കുള്ളത്, ഇല്ലേ? അതാണ് നമ്മളിവിടുത്തെ ഒരു പ്ലഗിലാണ് കുത്തിയേക്കണത്. പക്ഷെ പവർ എവിടം വരെ നമ്മളെ കണക്ട് ചെയ്തിരിക്കണു? അങ്ങ് പവർ ഹൗസ് വരെ. എന്ന പോലെ തായ്തണ്ടും ആയിട്ട് ചേർന്ന് നിൽക്കുന്നു ഒരവസ്ഥ നമ്മളിൽ ഉപ്പ് തന്നെ ഉണ്ട്. അതാണ് മാമോദീസ, അതാണ് സ്ഥൈര്യലേപനം, അതാണ് വിശുദ്ധ കുർബാന. ഈ മൂന്ന് കുദാശകളെയും നമ്മൾ എന്ത് കുദാശ എന്നാ പറയണേ? പ്രവേശന കുദാശകൾ എന്ന് പറഞ്ഞാൽ ഇനിഷ്യേഷൻ സാക്രമെന്റ് എന്ന് പറയും. ആരുടെ ഇനിഷ്യേഷനാണ് അവിടെ? ദൈവം തന്നെ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മൾ ദൈവത്തിലേക്ക് ചെന്നോ, ദൈവം നമ്മിലേക്ക് വന്നോ?
അതാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരണ സമയത്തും നമ്മൾ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ദൈവത്തിലേക്ക് വന്നു എന്നാണ്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ദൈവം നമ്മളെ സ്വീകരിക്കാൻ വന്നിരിക്കുന്നു. ദൈവം നമ്മളെ സ്വീകരിക്കുന്നു. നമ്മൾ ആ ഓശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് വന്ന വായനയില്ലേ, എന്താ അതിനകത്ത് പറയുന്നത്? സിഹിയോൻ പുത്രി ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. എന്നിട്ട് അടുത്ത് എന്താ പറയണേ? നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതപ്പുറത്ത് സിയോൻ പുത്രി അതിയായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. കണ്ടോ? അവൻ പ്രതാപവാനും. സാധാരണ രാജാക്കന്മാര് പ്രജകളുടെ അടുത്തേക്ക് വരുമോ അതോ പ്രജകൾ രാജാക്കന്മാരുടെ അടുത്തേക്ക് പോകുമോ? പ്രജകൾ രാജാവിൻ്റെ അടുത്തേക്ക് പോണു. എന്നാൽ നിന്റെ രാജാവ് നിന്റെ അടുത്തേക്ക് വരുന്നു. വിനയാന്വിതനായി. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഇത് സക്കറിയയിലല്ലേ? അത് സക്കറിയ 9:9. അതിൽ 10 കൂടി ഒന്ന് വായിച്ചേ. സക്കറിയ 9:9 വായിച്ചു. അതിൽ 10 കൂടി ഒന്ന് വായിക്കും. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില്ല് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. പട്ടായച്ചൻ പറഞ്ഞ ആ അഹങ്കാരത്തെ മാറ്റും എന്നുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് അവിടെ അഹങ്കാരത്തിൻ്റെ ചിഹ്നങ്ങളാണത്? എന്താണ്? പടക്കുതിര, രഥം, പടവില്ല്. ഇതൊന്നുമില്ലാത്ത ഒരു രാജാവ്. ഇയാളെന്ത് രാജാവാ? എന്നിട്ട് എങ്ങനെയാണ് വരണത്? ഒരു കുരുതപ്പുറത്ത് പോലുമല്ല, ഒരു കഴുതയുടെ പുറത്ത് ഇങ്ങനെ വരണം. എങ്ങോട്ട് വരണു? ഈ സാധാരണ നമ്മളുടെ അടുത്തേക്ക് വരണം. ഈ അഹങ്കാരം മാറ്റാൻ ഉള്ള നല്ലൊരു ചിന്തയാണത്. അത് വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത് ചിന്തിക്കണം. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വേണ്ടി അടുത്തേക്ക് വരുന്ന ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റാണ്. കാരണം ഈശോന് അങ്ങനെ അച്ഛനും അങ്ങനെ ഓരോരുത്തരുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷേ എന്താണ് അവിടെ സംഭവിക്കുന്നത്? രാജാവ് നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്ക് വന്ന് നമ്മളിലേക്ക് വന്ന് നമ്മൾക്ക് തന്ന് നമ്മളെ സ്വീകരിക്കുന്നു. ആ സ്വർഗം മുഴുവനും ഒരപ്പക്കഷ്ണത്തിൻ്റെ ഉള്ളിൽ ആക്കിയിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നു. അത്രയ്ക്ക് എളിമപ്പെട്ട് സാധാരണക്കാരായ നമ്മളിലേക്ക് കടന്നു വരാനും നമ്മളെ സ്നേഹിക്കാനും അവിടെ നിന്ന് തിരുമനസ്സായി. അതാണ് നമ്മുടെ ഓശാന ഞായറാഴ്ചയുടെ, അതായത് ഈ രക്ഷാകര വിശുദ്ധീകരണാത്മകവും പാപമോചനാത്മകവുമായ രക്ഷാകര രഹസ്യങ്ങളുടെ ആരംഭത്തിൻ്റെ ഒരു അവസ്ഥയാണത്. അതിനുശേഷമാണ് പീഡാനുഭവം, മരണം, സംസ്കാരം, ഉത്ഥാനം. നമ്മുടെ സീറോ മലബാർ കുർബാനയിൽ പല പ്രാവശ്യം പറയുന്നതാണ് അവിടുത്തെ പീഡാനുഭവവും മരണവും സംസ്കാരം, ഉത്ഥാനം. ഈ സംസ്കാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് സാധാരണ നമ്മൾ ശവസംസ്കാരം കണ്ടോ, ഞാൻ ആ ശവസംസ്കാരത്തിന് പോണു, അത് അത്ര നല്ല ഒരു ഭാഷയിലല്ല നമ്മൾ ചിന്തിക്കണേ. വാസ്തവത്തിൽ സംസ്കാരം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? സ്വർണം സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സ്വർണം ശുദ്ധീകരിക്കുക എന്നുള്ളതിന് അർത്ഥം. മൃത സംസ്കാരം, അതായത് ഈ മൃതനായ മനുഷ്യനെ സംസ്കരിച്ച് കഴിയുമ്പോൾ അവൻ എന്തുകാവും? അവൻ ജീവനുള്ളവനാവും. അതാണ് മൃത സംസ്കാരം എന്ന് പറയുന്നത്.
ഈ ഭാഷകൾക്കൊക്കെ നമ്മൾ പുതിയ അർത്ഥമുണ്ട്. ആഴമായി മനസ്സിലാക്കുമ്പോൾ മൃത സംസ്കാരം, അവൻ മൃതനായി. പക്ഷേ അവനെ സംസ്കരിക്കുമ്പോൾ എന്ത് ബോധ്യത്തിലാണ് സംസ്കരിക്കുന്നത്? അന്ത്യദിനത്തിൽ ഉയർക്കും. ഇപ്പോൾ നിന്നെ സംസ്കരിക്കുന്നു, എന്നാൽ ഈ സംസ്കരിക്കപ്പെട്ട ശരീരം, ഈ ശരീരം സംസ്കരിക്കപ്പെട്ട് എന്തായി മാറും? അമർത്യ ശരീരമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഈ ഇപ്പം നമ്മൾ ഉയർപ്പ് കാലഘട്ടത്തിലാണ്. ഉയർപ്പ് കാലഘട്ടം കഴിഞ്ഞിട്ടില്ല ഇല്ലേ? നമ്മളിപ്പോൾ ഉയർപ്പ് കാലത്തിലാണല്ലോ. ഈ ഉയർപ്പ് കാലത്തിനെ കുറിച്ചുള്ള നല്ല ഒരു ആശയം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ശരിക്കും എന്താണ് ഈ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ? നമ്മൾ 50 ദിവസം നോയമ്പ് നോക്കി, കുരിശിൻ്റെ വഴിയെല്ലാം പ്രാർത്ഥിച്ചു, കരഞ്ഞു പിടിച്ചു, ഭയങ്കര കാരണം ഈശോനെ കുരിശുമ്മ തറച്ചു ഇല്ലേ? എന്നാൽ വാസ്തവത്തിൽ ഇംഗ്ലീഷിൽ പറയണത് ഗുഡ് ഫ്രൈഡേ എന്നാണ്. മലയാളത്തിൽ കരയണ ഫ്രൈഡേ എന്നാണ് പറയണത്. എന്ത് സംഭവിച്ചു അവിടെ? ഓക്കെ, അത് വിശദമായിട്ട് പിന്നീട് നമുക്ക് പഠിക്കേണ്ടതാണ്. പറയേണ്ടത് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഈശോയെ അവർ കൊന്നു. അവർ കൊന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ, ദൈവത്തിന് ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്തും പറയുന്നുണ്ട് മരണമില്ലാത്തവൻ. കർത്താവ് ആരാണ്? ഈശോ ആരാണ്? ഈശോ മരണമില്ലാത്തവനാണ്. തൻ്റെ മരണത്താൽ അവൻ നമ്മുടെ മരണത്തെ കീഴടക്കി. ഇതിൻ്റെയൊക്കെ എന്താ അർത്ഥം? ഓക്കെ, തൽക്കാലം മരിച്ചു എന്ന് തന്നെ വിചാരിക്കും. മരിച്ചു. അവൻ്റെ രക്തം മുഴുവനും വാർന്നു പോയി. വാർന്നു പോയോ? പോയല്ലോ. രക്തം മുഴുവനും വാർന്നു പോയി. അവനെ കണ്ടവർ അമ്പരന്ന് പോയി. കാരണം അവൻ്റെ അസ്ഥികൾ എണ്ണമായിരുന്നു. അതൊന്നും ഇപ്പം നമ്മളൊരു രൂപത്തിലും കൊത്തിവെക്കാൻ പറ്റൂല ഇല്ലേ? അത്രയ്ക്ക് ഭയാനകമായ അവസ്ഥയായിരുന്നു. അങ്ങനെ അവർ അവനെ സംസ്കരിച്ചു. ഈ ശനിയാഴ്ചയാണ് വാസ്തവത്തിൽ ഏറ്റവും അത്ഭുതകരമായ അവസ്ഥ. ദുഃഖവെള്ളിയാഴ്ച അവൻ മരിച്ചു. അവനെ സംസ്കരിച്ചിരിക്കുന്ന ആ ഒരു സോളിറ്റ്യൂഡ്, ഒരു വലിയ നിശബ്ദതയുടെ ദിവസമാണ് ആ ശനിയാഴ്ച. വലിയ നിശബ്ദത. കാറ്റഗിസത്തിൽ 635 ഖണ്ഡികയിൽ നമുക്കൊന്ന് വായിക്കാം. 635 ഖണ്ഡികയുടെ 2-ാം ഭാഗം വായിക്കാം. വലിയൊരു നിശബ്ദത. എന്തുകൊണ്ടെന്നാൽ രാജാവ് ഉറങ്ങുന്നു. ഇന്ന് വലിയൊരു നിശബ്ദത ഭൂമിയെ ഭരിക്കുന്നു. വലിയൊരു നിശബ്ദതയും വലിയൊരു പ്രശാന്തതയും. വലിയ നിശബ്ദത, കാരണം രാജാവ് ഉറങ്ങുന്നു. ഭൂമി വിറയ്ക്കുകയും നിശ്ചലമാവുകയും ചെയ്തു. കാരണം ദൈവം ശരീരത്തിൽ ഉറങ്ങുകയും ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുകയും ചെയ്തു. നിൽക്കട്ടോ, ചിന്തിക്കണം. ദൈവം ശരീരത്തിൽ ഉറങ്ങുന്നു. ലോകാരംഭം മുതൽ ഉറങ്ങിയവരെ ഉണർത്തുന്നു. ഈ ഈശോയുടെ ശരീരം രക്തം മുഴുവനും വാർന്നുപോയി. എന്നാൽ എന്ത് സംഭവിക്കുന്നു? ആ ഉത്ഥാനം എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് ഈ കല്ലറയുടെ ഉള്ളിൽ പുതിയ രക്തം, ഈ കല്ലറയുടെ ഉള്ളിൽ വെച്ച് ഈ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു? പുതിയ രക്തം ഉണ്ടാകുന്നു. അതോടൊപ്പം ഈശോയുടെ ശരീരം മർത്യമായ ശരീരമായിരുന്നു. അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും സ്ത്രീയിൽ നിന്ന് ജാതനായി ഇല്ലേ? എങ്ങനെ ജാതനായി? അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ സ്ത്രീയിൽ നിന്ന് ജാതനായ ആ മർത്യ ശരീരം
ഈ ശനിയാഴ്ച ദിവസം ഈ കല്ലറയുടെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? അമർത്യ ശരീരമായി മാറി. ഇതൊന്നും നമ്മുടെ മാത്തമാറ്റിക്സിന് മനസ്സിലാവോ? നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇതെങ്ങനെ മർത്യ ശരീരം ഇപ്പം എന്തായി മാറി? അമർത്യ ശരീരമായി മാറി. ശരീരത്തിൽ പുതിയ രക്തം. പഴയ രക്തം മുഴുവനും വാർന്നു പോയല്ലോ. ഈ പുതിയ രക്തവും ഈ പുതിയ ശരീരവുമുള്ള ആൾ ഉയർത്തെഴുന്നേറ്റ് പുറത്തു വരുന്നു. എന്നാൽ പുറത്തു വരുന്നതിന് മുമ്പ് എന്ത് സംഭവിച്ചു? ഈ യേശുവിൻ്റെ ഈ അത്ഭുത ശക്തിയിലൂടെ പ്രപഞ്ചം മുഴുവൻ്റെയും പാപം മോചിപ്പിച്ചു കഴിഞ്ഞതിൻ്റെ ആ സദ്വാർത്ത ലോകാരംഭം മുതലുള്ളവരിലേക്ക് കൊണ്ടുവന്നു. ആരാണ് ലോകാരംഭം മുതലുള്ളത്? ആദവും ഹവയും മുതൽ. അതാണ് ഞാൻ ആൽഫായും ഒമേഗായുമാണ്. എല്ലാം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ഉയർപ്പിൻ്റെ, അതായത് പീഡാനുഭവവും മരണവും സംസ്കാരവും ഉത്ഥാനത്തിൻ്റെയും ത്തിലൂടെ യേശു പുതുജീവൻ ആൽഫ പോയിന്റിലേക്ക് ലോകാരംഭം മുതൽ കൊണ്ടുചെന്നിട്ട് എന്ത് ചെയ്തു? അടുത്ത് വായിക്കാം. നമ്മുടെ ആദിപിതാവിനെ കാണാതെ പോയ ആടിനെ എന്ന പോലെ അവിടുന്ന് അന്വേഷിച്ചു പോയി. അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും വസിക്കുന്നവരെ സന്ദർശിക്കാൻ അവൻ ആഗ്രഹിച്ചു. ബന്ധനത്തിൽ കഴിയുന്ന ആദത്തെയും അവനോടൊപ്പം തടവുകാരിയായ ഹവ്വായെയും ദുഃഖത്തിൽ നിന്ന് സ്വതന്ത്രരാക്കാൻ ദൈവപുത്രനായ അവിടുന്ന് പോകുന്നു. വന്നു. കണ്ടിന്യൂ. ഞാൻ നിന്റെ ദൈവമാണ്, നിനക്ക് വേണ്ടി നിന്റെ പുത്രനായവൻ ഉറങ്ങുന്നവനെ എഴുന്നേൽക്കൂ. പാതാളത്തിൽ തടവുകാരനായി കിടക്കാനല്ല ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക. മരണമടഞ്ഞവരുടെ ജീവനാണു ഞാൻ. അങ്ങനെ ആദത്തെയും ഹവ്വയെയും സ്വർഗത്തിലേക്ക് എത്തിച്ചതിന് ശേഷമാണ് ഈശോ ഉയർത്തെഴുന്നേറ്റ് വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പാടുന്നത്: സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. ശവസംസ്കാരമാണ് കേട്ടോ. സംസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? നമ്മളിതൊക്കെ ശവസംസ്കാര ശുശ്രൂഷയിൽ നമ്മുടെ സീറോ മലബാർ ലിറ്റർജിയിലുള്ള പ്രാർത്ഥനയാണത്. എവിടെയോ കേട്ടമാതിരി ഓർമ്മയുണ്ട് ഇല്ലേ? ഏതായാലും നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ കേൾക്കാനും പോണില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് കേട്ടോ, ഒന്ന് പാടിക്കോ. ഒന്നും കൂടി കേട്ടെ, ഒന്നും കൂടി പാടിയേ. സ്വർഗം ഭൂമിയിലിറങ്ങി. എല്ലാവരും ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി
ഭയങ്കര കൺഫ്യൂഷനാണ് ഇപ്പോൾ ആകാൻ പോകുന്നത്. എന്താണ്? ആദം ഹവ്വയും സ്വർഗത്തിൽ ചെന്നോ? ശരി, ഇവരല്ലേ ഈ ഉത്ഭവഭാവം ചെയ്ത് നമ്മളെല്ലാം ഇങ്ങനെ ആക്കിയത്, എന്നിട്ട് അവർ സ്വർഗത്തിൽ പോയി. എനിവേ, ഞാൻ ഇത്രയും പറഞ്ഞത് ഈ വിസ്മയനീയമായ കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ വിസ്മയനീയമായ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ ആര് പഠിക്കണത്? ആണോ അല്ലയോ? ഇല്ലേ? അപ്പോൾ നമ്മൾ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്ത് ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നത്? കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചുള്ള ജ്ഞാനമാണ്, കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചുള്ള വെളിവാണ് നമ്മൾ കൊടുക്കേണ്ടത്. കർത്താവ് ഈശോ മിശിഹ, ഇതാ വരുന്നൊരു വചനം വരുന്നു. സൂപ്പർ. മർക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്ന ആ ഒറ്റ വാക്കൊന്ന് എടുത്താൽ മതി. മർക്കോസിൻ്റെ സുവിശേഷം എന്ത് പറഞ്ഞ ആരംഭിക്കുന്നേ? ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഒന്നെല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് യേശു ദൈവപുത്രനാണെന്നും ആ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു, സംസ്കരിക്കപ്പെട്ടു, എല്ലാവരെയും രക്ഷിച്ചു, ഉയർത്തെഴുന്നേറ്റു, ആത്മാവായിട്ട് നമ്മളെല്ലാവരിലും വന്ന് നിറഞ്ഞു. ആ ദൈവപുത്രൻ ഇന്ന് നമ്മളാകുന്ന ഓരോ മനുഷ്യരിലും വസിക്കുന്നു. ഈ സുവിശേഷം പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ വേദപാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കേന്ദ്രബിന്ദു കുറേ തത്വമോ സംഹിതകളൊന്നുമല്ല. കാറ്റഗിസത്തിൽ 426 ഖണ്ഡിക അതിൽ പറയുന്നത് ഇതാണ്: മതബോധനത്തിൻ്റെ കേന്ദ്രബിന്ദു. മതബോധനത്തിൻ്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവനാണ്. ഒന്നെല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞത് എന്താണ് മതബോധനത്തിൻ്റെ? ഇപ്പം നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്യുന്നതിലും അതിലൊരു മതബോധനം ഘടകമാണല്ലോ. എന്താണ് മതബോധനത്തിൻ്റെ അന്തസത്ത? ഒരു വ്യക്തിയാണ്. മതബോധനത്തിന്റെ എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട് മതബോധനത്തിന്റെ അന്തസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ്. നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ. പിതാവിൽ നിന്നുള്ള ഏകപുത്രനായ അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് മരിച്ച് ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവനാണ്. അതാണ് നമ്മൾ കുർബാനയിൽ പല പ്രാവശ്യം ഇപ്പോഴും എപ്പോഴും അതിങ്ങനെ അടിച്ചു പോകുന്നു. അച്ഛൻ നമ്മളിതൊന്നും മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കർത്താവ് നിന്നെ വിട്ടു പോകട്ടോ. എന്താ പറയണത്? ഇപ്പോഴും എപ്പോഴും വസിക്കുന്നവനാണ്. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേനൊക്കെ പറയും. പക്ഷെ എന്തുദ്ദേശിച്ചിട്ട് ആമേൻ പറയണേ? ഈ കർത്താവിനെയും കൊണ്ടു നടക്കണ ഒരു സക്രാരിയാണ് നമ്മൾ ഓരോരുത്തരൊന്നും. ഒരു ക്രിസ്ത്യാനി പോകുന്നുണ്ട് കേട്ടോ. എന്താണ്? ഒരു സക്രാരി പോകുന്നു കർത്താവായ യേശുവിനെയും. ഇത് നമ്മളങ്ങ് അനുഭവിക്കണം.
ഈ ഭക്ഷിച്ച രക്തവും പാനം ചെയ്ത രക്തവും ഭക്ഷിച്ച ശരീരവും നമ്മുടെ ആത്മാവിലും ശരീരത്തിലും പ്രസരിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സംശയമുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ വല്ല സംശയമുണ്ടോ? നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും കാര്യമില്ല. നമ്മളൊന്ന് സ്വീകരിക്കുകയാണ്, നമ്മളത് വിശ്വസിച്ചുകൊണ്ട് തന്നെ സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇനിയും ഈ വെളിവിലേക്ക് വരണം, ജ്ഞാനത്തിലേക്ക് വരണം. നമ്മൾ ഈ സ്വീകരിച്ചിരിക്കുന്ന കർത്താവ് മരിച്ചുയർത്ത കർത്താവാണെന്നും തൻ്റെ മരണത്താൽ മരണത്തെ അവസാനിപ്പിക്കുകയും പിശാചിനെ പരാജയപ്പെടുത്തുകയും സൃഷ്ടിക്ക് നവജീവൻ നൽകുകയും ചെയ്തു. തൻ്റെ മരണത്താൽ മരണത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ നശിപ്പിച്ചു. വിശ്വസിക്കുക. പിശാച് നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിലൊക്കെയുള്ള പ്രാർത്ഥനയാണ് ഒക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിഷമം വിചാരിക്കരുത് കേട്ടോ. ഒരു അവതരണ ശൈലിയാണെന്ന് വിചാരിച്ചാൽ മതി, ആരെയും കുറ്റപ്പെടുത്താനില്ല. നമ്മളിങ്ങനെ നമ്മുടെ അമ്മച്ചിമാർ ചെറുപ്പം മുതൽ നമ്മളും എല്ലാം കുരിശിൻ്റെ വഴിയല്ലാതാണ്. കുരിശിനാൽ അവൻ ലോകത്തെ കീഴടക്കി രണ്ടാം തലം ഇങ്ങനെ അടിച്ചു പോവുകയാണ്. എന്ത് ചെയ്തു? കുരിശിനാൽ അവൻ വീണ്ടെടുത്തു, ലോകത്തെ വീണ്ടെടുത്തു എന്ന് പറഞ്ഞേ. കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞേ, നീ ഇതേമാതിരി കള്ളും കുടിച്ച് വരികയാണെങ്കിൽ നാളെ ഞാൻ നിന്നെ വീട്ടിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? അയ്യോ, പിന്നെ ശരിയല്ലേ, കള്ളു കുടിക്കരുത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതേമാതിരി കള്ളു കുടിച്ച് വരാണെങ്കിൽ ഞാൻ വീട്ടിൽ കേട്ടില്ല. ഇപ്പം ഇതേത് വിശ്വാസപ്രമാണോ? ഇവിടെ പറഞ്ഞു, കുരിശിനാൽ അവൻ ലോകത്തെ വീണ്ടെടുത്തു. അത് പള്ളി പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ പള്ളിയിൽ പറയണതും വീട്ടിൽ പറയണതുമായിട്ട് ഒരു ബന്ധം വേണം, ഒരു ബന്ധം വേണം. പള്ളി പറയണതും കുർബാന പുസ്തകത്തിൽ പല പ്രാവശ്യം വായിച്ച് പ്രാർത്ഥിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പള്ളിയിൽ, അതെ പള്ളി പറഞ്ഞാൽ മതി. അത് പള്ളി പറഞ്ഞാൽ പോരാ. പള്ളി പറയണത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട്, അത് നഷ്ടപ്പെടുന്നതല്ല. അത് നിത്യവചനമാണ്, സത്യമാണത്. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്ക് ശരിക്കും അനുഭവത്തിലാകണം. ഞാൻ എന്തിനിതൊക്കെ പറഞ്ഞത്? ഇതാണ് നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ ഒരു പ്രശ്നം. ഇപ്പം നിങ്ങൾ ശുശ്രൂഷകരാണ് അധികവും. നമ്മളിപ്പോൾ ഒരാൾ പാപത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞ് ഒരാൾ ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും, അത് കഴിഞ്ഞ് ഒരാൾ പശ്ചാത്താപത്തെക്കുറിച്ച്. അങ്ങനെയല്ല നമ്മുടെ ഈ ധ്യാനം പോകാൻ പോണത്. ഇവിടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്തെല്ലാമാണോ തരാൻ പോകുന്നത് അത് നമ്മളിന്ന് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവെ നീ പ്രാർത്ഥിക്കണേ. അയ്യോ, ഇതെല്ലാം പറഞ്ഞു തുടങ്ങിയത് എവിടെ? മതബോധനത്തിന്റെ കേന്ദ്രം ക്രിസ്തു. അല്ലല്ല, അത് പറയാൻ തുടങ്ങിയത് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി ഇപ്പം ഇത് വായിച്ച സ്ഥിതിക്ക് അതൊന്നും കൊണ്ട് കംപ്ലീറ്റ് ആക്കിയേക്കാം. മതബോധനത്തിൻ്റെ കേന്ദ്രബിന്ദു കുറേ തത്വങ്ങളോ ശാസ്ത്രമോ നിയമമോ ഒന്നുമല്ല, ഒരു വ്യക്തിയാണ്. ഇത് ഞാനിത് പറയണത് ഇപ്പം ഇന്ന് അച്ഛൻ പറഞ്ഞില്ലേ, നമ്മൾ ഈശോയെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഒരു കരുത്തും ശക്തിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ശുശ്രൂഷകരല്ല വേണ്ടത്. അച്ഛൻ വളരെ ഈ ധ്യാനത്തിൻ്റെ നല്ല ഒരു ആശയമാണ്. പക്ഷെ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഒരു തത്വത്തെ അല്ല നമ്മൾ സ്നേഹിക്കണത്, ഒരു വ്യക്തിയെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഈശോ എന്ന വ്യക്തി, ആ വ്യക്തിയുമായിട്ടുള്ള ഒരു വ്യക്തി ബന്ധമാണ് ക്രിസ്തീയ ആത്മീയത എന്ന് പറയുന്നത് തന്നെ. അത് പറയുമ്പോൾ ഇപ്പോൾ മറ്റു പല മതങ്ങളും ഒരു മിത്തോളജിയാണ്, മിത്തോളജിയാണ്. ഒരു വ്യക്തിയല്ല അവിടെ, ഒരു തത്വവും ഒരു മിത്ത് ആണ്. എന്നാൽ ക്രിസ്തീയത ഒരു തത്വമോ മിത്തോളജി അല്ല, ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തി,
ആ വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടിയോ? ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആ വ്യക്തി ബന്ധത്തിൽ നമ്മൾ എന്തറിയുന്നു? ആ വ്യക്തിയുമായിട്ട് നമ്മൾ എത്രത്തോളം ലയിച്ചിരിക്കുന്നു? ആ വ്യക്തി നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിയിരിക്കുന്നു? ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അത്ഭുതകരമായ ജ്ഞാനം നൽകിയിരിക്കുന്നു? ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. അത് നമ്മൾ അങ്ങ് അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ചെയ്യണ്ട. ഇപ്പം നമ്മുടെ വീടിൻ്റെ മുമ്പിലൊരു മാവുണ്ട്. ആ മാവിൽ ധാരാളം മാമ്പഴമുണ്ട്. അവിടെ ഒരു ബോർഡ് എഴുതി വെക്കേണ്ട ആവശ്യമുണ്ടോ? ആർക്ക് ആവശ്യമുള്ളവർ വന്നത് പറിച്ചുകൊണ്ട് പോകാൻ? ബോർഡ് എഴുതി വെക്കണോ? അതിനു മുമ്പ് സംഭവം ആൾക്കാർ പറിച്ചുകൊണ്ട് പോകുമോ? ഇല്ലേ? നല്ല പഴുത്ത് കിടക്കണ മാമ്പഴം കണ്ടു കഴിഞ്ഞാൽ ആരാ വന്ന് പറിച്ചുകൊണ്ട് പോകാത്തത്? എന്ന പോലെയാണ് നമ്മുടെ ശുശ്രൂഷ. നമ്മുടെ ശുശ്രൂഷയിൽ അഭിഷേകമുണ്ടാകുമ്പോൾ അത് താനേ ഒഴുകുകയാണ്. നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ശുശ്രൂഷകരാണെങ്കിൽ നമ്മുടെ പ്രധാന ഒരു ഉൾക്കാഴ്ച ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ്: ഒരു വ്യക്തി, യേശു എന്ന ആ വ്യക്തിയുമായിട്ടുള്ള വ്യക്തിബന്ധമാണ്. അതാണ് മർക്കോസിന്റെ സുവിശേഷം ആദ്യം പറയണത്. എന്താണ് സുവിശേഷം? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. യേശു ദൈവപുത്രനാണെന്നും ആ ദൈവപുത്രൻ മനുഷ്യരായ നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ! അപ്പൊ നമ്മൾ ആരായി മാറിയിരിക്കുന്നു? നമ്മൾ ഓരോരുത്തരെയും ദൈവമക്കളാക്കി മാറ്റിയിരിക്കുന്നു. ഇതാണ് സത്യം. എങ്ങനെ ആയിരിക്കെ ദൈവം നമ്മളെ സ്നേഹിച്ചു? നമ്മൾ പാപികളായിരിക്കെ ദൈവം നമ്മളെ സ്നേഹിച്ചു. ഓക്കെ, കാറ്റഗിസത്തിലെ അല്ലെങ്കിൽ അത് പിന്നെ വായിച്ചാൽ മതിയോ? അത് പിന്നെ പഠിക്കാം. അല്ലെങ്കിൽ ഒരുപാട് ഭയങ്കര റീഡിങ് ആയി പോകും. പിന്നെ ഓർപ്പിച്ചാൽ മതി. വേണ്ട, അല്ലെങ്കിൽ ഇപ്പം തന്നെ വായിക്കാം. വായിച്ചോ. 426 കഴിഞ്ഞിട്ട് 427, 28, 29, 3-4 അതൊന്ന് വായിച്ചോ. ഒരു ആമുഖമായിട്ടുള്ള ഒന്ന് വായിച്ചോ. ഇത് കാറ്റഗിസം നമ്മൾ പഠിക്കണം. പുസ്തകം നിങ്ങളുടെ അടുത്ത് ഇല്ലാത്തവർ ആ പുസ്തകം സ്വന്തമാക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. യെസ്, ഒന്ന് വായിച്ചോ ബാക്കി. മതബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ, മതബോധനം നടത്തുക എന്ന് പറഞ്ഞാൽ സനാതനവും സാർവത്രികവുമായ ദൈവീക രക്ഷാ പദ്ധതിയെ ക്രിസ്തു എന്ന വ്യക്തിയിൽ അനാവരണം ചെയ്യുക. അനാവരണം അതിങ്ങനെ തുറക്കുക എന്നാണ് അർത്ഥം. ക്രിസ്തുവിന്റെ പ്രവൃത്തികളുടെയും വാക്കുകളുടെയും അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളുടെയും അർത്ഥം ഗ്രഹിക്കുവാനുള്ള ശ്രമമാണ് മതബോധനം. ശ്രമമാണ്. അത് മുഴുവനും ഗ്രഹിക്കണമെന്നില്ല. മനുഷ്യരെ ക്രിസ്തുവുമായി ഐക്യത്തിൽ കൊണ്ടുവരിക എന്നതാണ് മതബോധനത്തിന്റെ ലക്ഷ്യം. പരിശുദ്ധാത്മാവിൽ പിതാവിന്റെ സ്നേഹത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനും പരിശുദ്ധ ത്രിത്വത്തിന്റെ ജീവനിൽ നമ്മെ ഭാഗഭാക്കുകളാക്കുന്നതിന് ക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. ക്രിസ്തുവിന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മുടെ ഒരു കഴിവ് കൊണ്ടുമല്ല. മതബോധനത്തിൽ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വായിച്ചോളൂ. മതബോധനത്തിൽ ഈ നമ്പർ ഒന്ന് എഴുതിയെടുത്തോട്ടോ. ഇപ്പൊ വായിക്കാൻ പോണത് 427. മതബോധനത്തിൽ അവൻ അവതീർണ വചനവും ദൈവപുത്രനുമായ ക്രിസ്തുവാണ് പ്രബോധന വിഷയം. മറ്റുള്ളതെല്ലാം അവിടത്തോട് ബന്ധപ്പെടുത്തി പഠിപ്പിക്കപ്പെടുന്നു. പ്രബോധകൻ ക്രിസ്തു മാത്രമാണ്.
മറ്റാരെങ്കിലും പഠിപ്പിക്കുന്നെങ്കിൽ അയാൾ ഏതു പരിധിവരെ ക്രിസ്തു സന്ദേശവാഹകനും വ്യാഖ്യാതാവോ ആയിരിക്കുന്നുവോ അത്രത്തോളം മാത്രമാണ് പഠിപ്പിക്കുന്നത്. അയാളുടെ അധരങ്ങളിൽ കൂടി സംസാരിക്കുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തുവിന്റെ നിഗൂഢാത്മക വാക്കുകൾ. ഒന്നുകൂടി പറഞ്ഞേ. ക്രിസ്തുവിന്റെ നിഗൂഢാത്മക വാക്കുകൾ തന്റേതാക്കുവാൻ ഓരോ പ്രബോധകനും ശ്രമിക്കണം. എന്റെ പ്രബോധനം എന്റേതല്ല, എന്നെ അയച്ചവന്റേതാണ്. ബോറടിക്കണ്ടാവുമായിരിക്കില്ലേ? ഇത്തിരി കടിച്ചാൽ പൊട്ടാത്ത കാര്യങ്ങളൊക്കെയാ കേൾക്കണെന്ന്. എന്ത് വേണം? പാല് വേണോ? ബിരിയാണി വേണോ? ബിരിയാണി വേണോ അല്ലേ? ഭാഷ മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് പൗലോസിലേക്ക് പറഞ്ഞത്. നിങ്ങൾ ഇനിയും പാല് കുടിക്കണവരാണോ അതോ കനമുള്ള ഭക്ഷണം? അപ്പോൾ നിങ്ങളാണ് കനമുള്ള ഭക്ഷണം കഴിക്കണം. എനിക്ക് ഇതാണ് ഏറ്റവും സന്തോഷം. ഇതൊക്കെ ഒന്ന് പറയാൻ കുറച്ച് ആളുകളെ കിട്ടുമല്ലോ, ഇതൊക്കെ ഒന്ന് പറയാൻ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ. ഇതൊക്കെ ഞാൻ എവിടെ പറയും? ഇതൊക്കെ പറയാൻ കുറച്ച് ആളുകളെ കിട്ടുമല്ലോ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും ലയിച്ചും നിങ്ങൾ ആ ക്രിസ്തു മറ്റൊരു ക്രിസ്തു ആയി തന്നെ ഇവിടെ നിന്ന് പോകും ആണ്. എങ്കിലും അതിൻ്റെ അനുഭവം കുറച്ചുകൂടി നമ്മൾ ഇനി 29 വായിക്കാം. 29 ക്രിസ്തുവിനെ പറ്റിയുള്ള സ്നേഹനിർഭരമായ ഈ ജ്ഞാനമാണ് അവിടുത്തെ പ്രഘോഷിക്കുവാനും സദ്വാർത്ത അറിയിക്കുവാനും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കുവാനുമുള്ള ആഗ്രഹം നമ്മിൽ ജനിപ്പിക്കുന്നത്. എന്നാൽ അതേസമയം ഈ വിശ്വാസത്തെക്കുറിച്ച് നിരന്തരം കൂടുതൽ അറിയുക എന്ന ആവശ്യം സ്പഷ്ടമാണ്. അതിനുവേണ്ടി വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രമമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ മുഖ്യാഭിധാനങ്ങൾ, ക്രിസ്തു ദൈവപുത്രൻ, കർത്താവ് ഇവ പ്രതിപാദിക്കപ്പെടുന്നതായിരിക്കും. വിശ്വാസ പ്രമാണത്തിൽ തുടർന്ന് നാം ഏറ്റുപറയുന്നത് അവിടുത്തെ ജീവിതത്തിലെ പ്രധാന രഹസ്യങ്ങളാണ്. 28 വായിച്ച്. ഞാൻ ഉദ്ദേശിച്ച വാക്ക് ഇപ്പോഴും കിട്ടിയില്ല. ക്രിസ്തുവിന്റെ സദ്വാർത്ത അറിയിക്കുവാൻ വിളിക്കപ്പെട്ട ആൾ ആദ്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അതൊന്നും എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞേ. ക്രിസ്തുവിന്റെ സദ്വാർത്ത അറിയിക്കുവാൻ വിളിക്കപ്പെട്ട ആൾ ആദ്യമായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ ഔന്നത്യം നേടാൻ ശ്രമിക്കണം. ക്രിസ്തുവിനെ നേടുന്നതിനും അവനിൽ കാണപ്പെടുന്നതിനും വേണ്ടി ഒന്നായി കാണപ്പെടുന്നതിനല്ലേ? അങ്ങനെയില്ലേ? അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തില്. വായിച്ചോളൂ. അവൻ ക്രിസ്തുവിനെ നേടുന്നതിനും അവനിൽ കാണപ്പെടുന്നതിനും വേണ്ടി സർവനഷ്ടങ്ങളും അയാൾ സഹിക്കണം. ഇത് ക്രിസ്തുവിനെയും അവിടുത്തെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അറിയുകയും അവിടുത്തെ സഹനങ്ങളിൽ പങ്കുചേരുകയും മരണത്തിൽ അവിടുത്തോട് സദൃശനാവുകയും വേണം. ഇങ്ങനെയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉത്ഥാനത്തിന് അയാൾ എത്തിച്ചേരുക. പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി ബോറടിച്ചു അല്ലേ? കുറച്ച് ബോറടിയാണ്. നമുക്ക് ഇതിവിടെ നിർത്താം. നമുക്ക് വീണ്ടും ആ ഗെത്സമനിയിൽ പോകാം. ഗെത്സമനിയിൽ ഈശോ എന്ത് പറഞ്ഞു? എൻ്റെ അടുത്തിരിക്കുവിൻ.
ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നുകൂടി എല്ലാവരും പറഞ്ഞേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. ഇതാണ് രണ്ട് ചാനൽ ഈ ധ്യാനത്തിൽ. ഒന്ന് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു, മറ്റൊന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു. ഇത് ഇനി റോമർ 8-ാം അധ്യായത്തിൽ ഈ രണ്ടും പറയുന്നുണ്ട്. റോമർ 8-ാം അധ്യായത്തിൽ കേട്ടോ 34-ാമത്തെ വചനം. റോമർ 8-ാം അധ്യായത്തിൽ 34-ാമത്തെ വചനത്തിൽ മരിച്ചവനെങ്കിലും ഉത്ഥാനം ചെയ്തവനും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശുക്രിസ്തു തന്നെ. കണ്ടോ, യേശുക്രിസ്തു ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇനി അതിന്റെ മുകളിൽ 26-27 വചനം വായിച്ച്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. റോമർ 8:26-27. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. വേണ്ട വിധം, എല്ലാവരും ഏറ്റു പറഞ്ഞുകൊണ്ട്, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്നവൻ ആത്മാവിന്റെ ഇംഗിതം ഗ്രഹിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് ദൈവഹിതമനുസരിച്ചാണ് വിശുദ്ധർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. നമുക്കൊരു നിമിഷം ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, നമ്മൾ ഈ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളല്ല പ്രാർത്ഥിക്കുന്നത്. ആര് പ്രാർത്ഥിക്കുന്നു? ഒന്ന്, നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. രണ്ട്, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഇനി അതോടൊപ്പം മറുവശത്ത് നമ്മൾ എന്താണ് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഈശോ മിശിഹ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ അപ്പസ്തോലന്മാരെ വിളിച്ചു. ഇതെല്ലാം പിതാവ് പറയണ മാതിരി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. വിളിച്ച ഉടനെ തന്നെ അവർക്ക് എല്ലാ അഭിഷേകവും കൊടുക്കുകയാണ്. എല്ലാ അഭിഷേകവും കൊടുക്കണം. മുക്കുവന്മാരായിരുന്നു അവർ. വിളിച്ചു, കൊടുത്തു, അയച്ചു. കണ്ടോ, 3 കാര്യം. ഹി കോൾഡ് ദം, ഹി ഗേവ് ദം, ഹി സെൻഡ് ദം. ഇത് അച്ഛന്മാരുടെ ധ്യാനത്തിൻ്റെ ഒരു തീമാണ്. ഹി കോൾഡ് ദം, ഹി ഗേവ് ദം, ഹി സെൻഡ് ദം. പക്ഷേ ഇത് നമ്മളെല്ലാവർക്കും ഉള്ളതാണ്. ഈ വിളിച്ചവരാരെങ്കിലും അച്ഛന്മാരായിരുന്നോ? മുക്കുവന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതിരി ആൾക്കാരായിരുന്നു, ഇല്ലേ? അപ്പം നമുക്കും ബാധകമാണത്. എന്താണത്? ലൂക്ക 9-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം 1-2. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെയും മേൽ, ആദ്യം തന്നെ കൊടുത്തത് എന്താ? സകല പിശാചുകളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനും ഉള്ള വരം കൊടുത്തു. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്തു? രോഗികളെ സുഖപ്പെടുത്തുന്നതിനുമായി അവൻ അവരെ അയച്ചു. കണ്ടോ, അവൻ വിളിച്ചു, കൊടുത്തു, അയച്ചു. എന്ന് പറഞ്ഞാൽ അവരും വിളിച്ചു, കൊടുത്തു, അയച്ചു. He called them, he gave them, he sent them. നമ്മളെ സംബന്ധിച്ച് ഇത് 3 സംഭവിച്ചു കഴിഞ്ഞോ അതോ സംഭവിക്കാനിരിക്കുന്നോ? കർത്താവ് നമ്മളെ വിളിച്ചോ? ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, വിളിച്ചു. ആ വിളി നിങ്ങൾ കേട്ടു. ആ വിളിക്ക് നിങ്ങൾ പ്രത്യുത്തരം നൽകി. അതുകൊണ്ടാണ് ഇന്നിവിടെ നിങ്ങൾ ഇരിക്കുന്നത്, അല്ലേ? ആ വിളിക്ക് പ്രത്യുത്തരം നൽകി. വിളിയാണ് ഏറ്റവും വലുത്. ഒരു കാരണവശാലും വിളി പോവില്ല. ഈ മോശേനെയൊക്കെ എന്ന് വിളിച്ചതാ? മോശേനെ കൊട്ടയിൽ കിടത്തി നീൽ നദിയിൽ ഒഴുക്കിയപ്പോഴേ വിളിച്ചതായിരുന്നോ അല്ലയോ? എന്നിട്ട് ആ മോശ കൊലപാതകം ചെയ്തോ? അതുകൊണ്ടല്ലേ അവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്നത്.
അതുകൊണ്ട് ഓടിപ്പോയത് കൊണ്ടല്ലേ ആ ഹെറോബ് മലയിൽ മുൾപടർപ്പിന്റെ ഉള്ളിൽ ജ്വലിക്കുന്ന മുൾപടർപ്പിന്റെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചത്. വിളി പോയോ? വിളി ഒരിക്കലും പോവില്ല. കന്യാസ്ത്രീമാരെ, അച്ഛന്മാരെ, സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പാപികളാണെങ്കിലും വിളി പോവില്ല. ആഹാ, സമാധാനമായി ഇല്ലേ? കാരണം ഇവിടെ പേടിച്ചിരിക്കുകയാണ്. ഈ നമ്മുടെ ഫോർമേഷൻ്റെ ഒരു ഭാഗമാണ്. ഇച്ചിരി എന്തെങ്കിലും ചെയ്താൽ മൂത്ത കന്യാസ്ത്രീ വീട്ടിൽ പറഞ്ഞ് വിടൂട്ടാന്ന് പറയും. അത് കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയാണ്. നമുക്ക് പിന്നെ പേടിക്കാനൊന്നുമില്ല. നമ്മളെ അച്ഛൻ എങ്ങും പറഞ്ഞു വിടില്ല. ഇവരെ ഇത്തിരി പേടിപ്പിച്ച് നിർത്തിയേക്കണത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ. പക്ഷേ ഈ പൗലോസിനെ നോക്കി, പൗലോസ് പിന്നെ പറയാണ്, ഞാൻ അപ്പസ്തോലനായി വിളിക്കപ്പെട്ടവനാണ്. എപ്പം മുതൽ? അമ്മയുടെ ഗർഭത്തിൽ. എന്നിട്ട് ആളെവിടെയായിരുന്നു? സഭയെ പീഡിപ്പിക്കുകയും എന്തെല്ലാം ചെയ്ത്, എന്നിട്ട് വിളി പോയോ? എന്നിട്ട് അനന്യാസിനോട് കർത്താവ് പറഞ്ഞ്, നീ പോയിട്ട് ആ താർഷീസ് എന്നൊരു സാവുളുണ്ട്, അവൻ്റെ തലയിൽ കൈവച്ച് അവന് അഭിഷേകം കൊടുക്കാൻ. അനന്യാസ് അന്തപ്പെടുകയോ? അവൻ നമ്മുടെ ആൾക്കാരെ പീഡിപ്പിക്കണം, അവനെ ഞാൻ അഭിഷേകം ചെയ്യണമെന്നോ? ഈ ഈ അനന്യാസാണ് നോവിസ് മിസ്ട്രസ് എങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി? ഈ അനന്യാസാണ് നോവിസ് മാസ്റ്റർ എങ്കിൽ എന്തായിരുന്നു എൻ്റെ സ്ഥിതി? അച്ഛനാക്കോ ഈ സാവൂളിനെ? ഉടനെ പറഞ്ഞു വിടും ഇല്ലേ? പക്ഷേ പറയാണ്, ഞാനാണ് പറയണേ, നീ പോയി പോ. അവൻ വിളിക്കപ്പെട്ടവനാണ്, സുവിശേഷത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നടക്കണം ആള്. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ വന്നേക്കണത് അല്ലേ ചേട്ടന്മാരില്ലേ? നമ്മൾ പൗലോസിൻ്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വിളിയൊട്ട് വന്നേക്കണതാണ്. ഒരു കാലത്ത് എവിടെയായിരുന്നു നമ്മൾ ഇല്ലേ? പറയണ്ട. എന്നാലും കർത്താവിന് നന്ദി പറയേണ്ട ഒരു കാര്യമല്ലേ ഇല്ലേ? എന്തോ ഒരവസ്ഥയിലായിരുന്നു നമ്മളെ. പൗലോസിനെ പോലെ തന്നെ ആയിരുന്നായിരിക്കാം. പക്ഷെ നമ്മുടെ വിളി പോയോ? വിളി പോവില്ല എന്ന് വിചാരിച്ച് ഇത് എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണെന്ന് വിചാരിക്കുകയും വേണ്ട. അപ്പോൾ അനന്യാസ് പറയണേ, അത് കഴിഞ്ഞിട്ട് അനന്യാസ് ചെന്നിട്ട് സാവൂളിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് എന്ത് പറഞ്ഞു എന്നറിയോ? സഹോദരനായ സാവൂൾ. കണ്ടോ, എൻ്റെ സഹോദരനായ സാവൂളെ. അപ്പോൾ ഇതിനെല്ലാം പറയണതിൻ്റെ അർത്ഥം, ഈശോ നമ്മളെ വിളിച്ചു, ആ വിളി ഒരിക്കലും പോകില്ല. വിളിച്ചു, കൊടുത്തു, അയച്ചു. ഈ 3 കാര്യം. ഇനി അതിൽ നമ്മൾ വളരണം, അതിന് പഠിക്കണം. നമ്മൾ കുറച്ചൊക്കെ പഠിക്കണം, രഹസ്യങ്ങളിലേക്ക് നീങ്ങണം. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ ഈ കൊടുത്തു എന്ന് പറഞ്ഞതിനകത്ത് ഒരെണ്ണം കൂടുതൽ ചേർത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? മരിച്ചവരെ ഉയർപ്പിക്കാനും കൂടിയുള്ള വരം കൊടുത്തേക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. രോഗികളെ സുഖപ്പെടുത്തുന്നതിനും മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും ചെയ്യുവിൻ. അവൻ കൊടുത്തു. ആർക്ക് കൊടുത്തു? ഈ മുക്കുവന്മാരായ സാധാരണ ആൾക്കാർക്ക് ഈ വരമെല്ലാം കൊടുത്തു. To heal the sick, raise the dead, cleanse the leper, cast out demons. ഇംഗ്ലീഷിൽ നമ്മളത് അങ്ങനെ പറയാം. Heal the sick, raise the dead, cleanse the leper, cast out demons. Come on, ഒന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒന്ന് ചാടി നോക്കിയൊന്ന്. എന്താണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്? Heal the sick, raise the dead, cleanse the leper, cast out demons. എല്ലാവരും തുള്ളിച്ചാടി പറയണം. ഈ ജയ് വിളിച്ചുകൊണ്ട് പറയണം. എന്തൊക്കെയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വരങ്ങൾ? കർത്താവ് അപ്പസ്തോലന്മാർക്ക് എന്ത് വരങ്ങളാണ് കൊടുത്തത്? എല്ലാവരും കരമുയർത്തി ഹീൽ ദ സിക്ക്. ഉച്ചത്തിൽ ഹീൽ ദ സിക്ക്, heal the sick, raise the dead, cleanse the leper, cast out demons. എല്ലാവരും heal the sick, heal the sick, heal the sick, heal the sick, heal the sick,
heal the sick, raise the dead, raise the dead, cleanse the leper, cleanse the leper, cast out demons. cast out demon, കൂടുതൽ ഉച്ചത്തിൽ heal the sick, heal the sick, raise the dead, raise the dead, cleanse the leper, cleanse the leper, cast out demons, cast out demon, heal the sick, heal the sick, raise the dead, raise the dead, cleanse the leper, cleanse the leper, cast out demons. cast out demons. എല്ലാവരും കരമുയർത്തി സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഈശോയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് പ്രാർത്ഥിക്കാം, ശാന്തല സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, heal the sick, raise the dead, cleanse the leper, cast out demons. Heal the sick, raise the dead, cleanse the leper, cast out demons. Heal the sick, raise the dead, cleanse the leper, cast out demons. Heal the sick, raise the dead, heal the sick, raise the dead, heal the sick, raise the dead, heal the sick, raise the dead. Hallelujah, 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 hallelujah. Heal the sick, raise the dead, heal the sick, raise the dead. Praise the Lord. Hallelujah. Hallelujah. ഹിന്ദിയിൽ ജയ് വിളിക്കണ അറിയോ? ഹിന്ദിയിൽ ജയ് വിളിക്കാൻ പഠിപ്പിക്കട്ടെ. ഹിന്ദിയിൽ हिंदी हमारा राष्ट्रभाषा है, इसलिए हम लोग हिंदी में बात करना चाहिए, है कि नहीं? അടുത്ത ആഴ്ച ഡിവൈനിൽ ഹിന്ദി കൺവെൻഷനാണ്, ഓൾ ഇന്ത്യ ഹിന്ദി കൺവെൻഷൻ. ഹിന്ദിയിൽ ജയ് വിളിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങളുടെ സകല ശക്തിയും ഉപയോഗിച്ച് നിങ്ങൾക്ക് ദൈവം എത്രത്തോളം ശബ്ദം തന്നിട്ടുണ്ടോ അത്രയും ദൈവത്തിന് തിരിച്ചു കൊടുക്കണം. കൊടുക്കാമോ? കൊടുക്കാമോ? റെഡി? എല്ലാവരും റെഡി? നാവിൻ്റെ കെട്ടൊക്കെ അയച്ച് റെഡി ആയിക്കോ. ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. പോരാ 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 പോരാ, ഒന്നുകൂടി എല്ലാവരും. ബോലോ പ്രഭു യേശു ക്രിസ്തു കീ, हमारे मुक्तिदाता की, राजराजेश्वर की. Praise the Lord. ഇതാണ് അടുത്ത നമ്പർ. ഇതൊക്കെ ശരിക്കും ജയ് വിളിക്കണം. ജയ് വിളിച്ചു കഴിയുമ്പോൾ സ്വർഗം മുഴുവനും സന്തോഷിക്കേണ്ടാവും. അവിടെ നിന്ന് ഭയങ്കര സന്തോഷത്തിൽ അവർ നോക്കാണ്, എവിടുന്ന ഈ ജയ് വരണത്? കുറേ നാളായില്ലെങ്കിൽ എന്തൊരു ജയ് കേട്ടിട്ടില്ലേ? ജയ് ബോലോ, ജയ് ബോലോ, യേശു മസീഹാ की जय बोलो, जय बोलो, जय बोलो, യേശു മസീഹാ की जय. Come on, വെറുതെ കൈയടിച്ചാൽ പോരാ, വെറുതെ കൈയടിച്ചാൽ പോരാ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, जय बोलो, जय बोलो, യേശു മസീഹാ की जय बोलो, जय बोलो, जय बोलो, യേശു മസീഹാ की बोलो. शब्द उयर्ती लो, जय बोलो, യേശു മസീഹാ की जय बोलो, जय बोलो, യേശു जय बोलो, जय बोलो, बोलो प्रभु यीशु क्रिस्त की. बैठिए. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഡെയിലി. നിങ്ങൾ ഇച്ചിരി ഉറങ്ങാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ഉടനെ എഴുന്നേറ്റ് ഒരു ജയ്യൊക്കെ ഉള്ളിപ്പിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ ഒരു കീ നോട്ട് പോലെ കുറേ ആശയങ്ങൾ കിട്ടി. പ്രധാന ആശയം എന്താ? പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണു, ഈശോ ഈശോ പ്രാർത്ഥിക്കണു. നിങ്ങൾ എന്ത് ചെയ്യണം? ഇവർ പ്രാർത്ഥിച്ച് കിട്ടുന്നത് മുഴുവനും സ്വീകരിക്കുക. രക്തസാക്ഷിത്വം വരെ ഉള്ളത് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. മനസ്സിലാകണോ? ഒരുപാട് വലിയ വരദാനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രൊസീജിയർ, നമ്മളെല്ലാം ഇങ്ങനെ ഉച്ചത്തിൽ വചനം വായിക്കുന്നതിൻ്റെ അർത്ഥമുണ്ട്. എങ്കിൽ മാത്രമേ അത് ഹൃദയത്തിൽ എഴുതപ്പെടുകയുള്ളൂ. അതാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വഴിയായിട്ട് പൗലോസ്ലീഹ പറയുന്നത്. അത് ഹിന്ദിയിലാണ് ഞാൻ ആദ്യം മനസ്സിലാക്കിയത്. ഹിന്ദിയിൽ ഇങ്ങനെയാണ്: സുनने से विश्वास उत्पन्न होता है. बोलिए, सुनने से विश्वास उत्पन्न होता है. क्या सुनना चाहिए? ഈശാ വചൻ. ഈശാ വചൻ മലയാളത്തിൽ ഇങ്ങനെയാണ്: വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നും